A very good evening to all. വേദിയിലിരിക്കുന്ന ജനപ്രിയ ഗായകർ പട്രുമാൽ മുത്തു, റെയ്ഹാന മുത്തു, ഷിഹാബ് ഷാ, അമാന മുത്തു, അതുപോലെ തന്നെ എൻ്റെ ലൗലാപ്പിലെ ലിറ്റിൽ സ്റ്റാർസ്, നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗ്രീഷ്മ ഷനോജ്, പ്രിയപ്പെട്ട പേരൻസ്, ലൗലാപ്പിലെ മാനേജ്മെൻറ്റ് സ്റ്റാഫ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാർഷികം ആഘോഷിക്കുക എന്നത് അതിൻ്റെ ചൈതന്യത്തെ പരിപോഷിപ്പിക്കലാണ്. വിദ്യാർത്ഥികൾക്ക് തൻ്റെ കഴിവും സർഗാത്മകതയും പ്രകടിപ്പിക്കുന്നതിനും മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള അവസരമാണ്. നമുക്കുള്ള അവസരം ഒന്നുകൂടി ബൃഹത്താണ്. ഓരോ കുട്ടിയെയും സൂക്ഷ്മമായി പരിഗണിച്ചുകൊണ്ട് 3-4 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും തൻ്റെ മക്കളുടെ കഴിവുറ്റ പ്രകടനം കണ്ട് കണ്ണും മനസ്സും നിറക്കാനുള്ള ഒരവസരം കൂടിയാണ് ആനുവൽ ഡേ. ജീവിതത്തിൽ തൻ്റെ മേഖലകളുടെ പാതകൾ കണ്ടെത്താനുള്ള ഒരവസരം തന്നെയാണ് നമ്മുടെ ആനുവൽ ഡേ. നമ്മുടെ മുന്നിലിരിക്കുന്ന കൊച്ചുമിടുക്കി റെയ്ഹാന മുത്തു തൻ്റെ 14ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവിന് മനോഹരമായ ഒരു കാർ സമ്മാനിക്കുകയുണ്ടായി. സർഗാത്മകമായ കഴിവുകൾ കൊണ്ടും നല്ല കരിയർ കെട്ടിപ്പടുക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞു ഗായകർ. തൻ്റെ മക്കൾക്ക് പാട്ടിൻ്റെ വഴി തുറന്നു കൊടുത്ത് അതുപോലെ തന്നെ കരിയറിൽ മികച്ച ഒരു വ്യക്തികളാക്കാൻ അവർ ഒരുപാട് കടമ്പകൾ താണ്ടിയിട്ടുണ്ടാകാം. അതിൻ്റെ കഥയെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അധികം സംസാരിച്ച് നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രകടനം കാണാനുള്ള സമയം ഞാൻ അപഹരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അറിയിക്കുന്നു. നമ്മുടെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ പട്രുമാൽ ടീം, റെയ്ഹാന മുത്തു പട്രുമാൽ, ഷിഹാബ് ഷാ, അമാന മുത്തു എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനൊരു പരിപാടിയിലൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ. മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. പാടാൻ കഴിവുള്ളവർ, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവർ, പലർക്കും പല ടാലൻ്റാണ്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. എനിക്ക് 4 പെൺകുട്ടികളാണ്. ഒരുപാട് നേരം സംസാരിക്കുന്നില്ല. അടുത്തൊരു പ്രോഗ്രാമിൽ കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട് മോൾക്ക്. എടപ്പാട് വരെ എത്താനുമുണ്ട്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കലാപരമായിട്ട് തന്നെ പട്രുമാലൂടെയൊക്കെ പാടി, വേദികളിലൂടെയൊക്കെ പാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4 പെൺകുട്ടികളൊക്കെ ആയപ്പോൾ നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഗൾഫിലൊക്കെ പോകണം, ഇവിടെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, പാട്ടും കാര്യമായിട്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കുറേ എന്നെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തളരാതെ ഞാൻ മുന്നോട്ട് തന്നെ പോയി. അപ്പോൾ എൻ്റെ 4 മക്കൾ 4 പെൺകുട്ടികളാണ്. മൂത്ത ആൾ റെയ്ഹാന, അതുപോലെ 2ാമത്തെ ആൾ അമാന, 3ാമത്തെ ആൾ ഷിഫാന, ഫാത്തിമ. ഇവർ 2 പേരും വന്നിട്ടില്ല. അപ്പോൾ ഈ 4 പേരും പാട്ടുകാരാണ്. ഇപ്പോൾ മൂത്ത മകൾ റെയ്ഹാനയാണ് നിങ്ങളെയൊക്കെ അറിയപ്പെടുന്ന പാട്ടുകാരി. അപ്പോൾ ഈ ഒരു മകളെ കൊണ്ട് എന്താ പറയുക, പണിയെടുക്കണം, ഗൾഫിൽ പോകണം, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ തിരിച്ചൊരു മറുപടിയായിട്ട് ഞാൻ എൻ്റെ മകൾ റെയ്ഹാന മുത്തുവിനെ അവളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഞാൻ രംഗത്തേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ നേരത്തെ നമ്മുടെ മാഡം പറഞ്ഞതുപോലെ എൻ്റെ മകൾ എനിക്ക് വാങ്ങിത്തന്ന കാറിലാണ് ഞാനിവിടുത്തെ ഈ ഒരു പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. അതൊരു വലിയൊരു അഭിമാന നിമിഷമാണ്. അതുപോലെ പല കുട്ടികൾക്കും പല കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ മാതാപിതാക്കളൊക്കെ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ
എന്താ പറയുക സപ്പോർട്ടും കൊടുത്ത് കലാപരമായിട്ടാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് അമ്പിളിച്ചേരുള്ള അമ്പരമാണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പുതുനാരി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പരമാണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പുതുനാരി ഹാജറ സമ്പൂർണ്ണതയിൽ തിളങ്ങുമീ ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജറ സമ്പൂർണ്ണതയിൽ തിളങ്ങുമീ ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ബിഹാജറ ആരും പുകഴ്ത്തുന്ന തൂമങ്ക ഹാജറ അഹദായ നാദനെ സ്നേഹിച്ച ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മർവ കഥയിലും ബീവി ഹാജറ സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറ സ്വഫ മർവ കഥയിലും ബീവി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പരമാണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പുതുനാരി ഹാജറ കനിമോനി സമായിലോടൊത്ത് ഹാജറ കഅബ ശരീഫിങ്കൽ ചെല്ലുന്നു ഹാജറ കനിമോനി സമായിലോടൊത്ത് ഹാജറ കഅബ ശരീഫിങ്കൽ ചെല്ലുന്നു ഹാജറ കൈക്കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹാജറ കരുണാനിധിയോട് തേടുന്നു ഹാജറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ സ്മരണയാണെന്നും ദീന് ബീവി ഹാജറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ സ്മരണയാണെന്നും ദീന് ബീവി ഹാജറ അമ്പിളിച്ചേലുള്ള അമ്പരമാണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പുതുനാരി ഹാജറ. പാട്ടിഷ്ടായ നമ്മളെപ്പോഴും പാടല്ലേ? ഞങ്ങൾ ഇവിടെ സർക്കിളായിട്ട് ഇരുന്നിട്ട് ഈ പാട്ട് പാടലാണ് ആകുള്ള പണി. ഇവരാണ് എനിക്ക് പാട്ടിൻ്റെ ലിറിക്സ് ബൈഹാർട്ടാക്കി തന്നത്. ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ മാമിനെ ആരാ പാട്ട് പഠിപ്പിച്ചെന്നേ? മറിയ പഠിപ്പിച്ചെന്നുണ്ട്. ഹവ പഠിപ്പിച്ചെന്നില്ലേ? ഹവ കുട്ടിയെ ഞാൻ വരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും. ഇവർ വീണ്ടും അങ്ങനെയല്ല മാം എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ അത്രയും ജനഹൃദയങ്ങളിൽ കയറി കൂടിയ പാട്ടാണ്. അതുപോലെ അധികം പറയണില്ല. നമുക്ക് ആശംസ അർപ്പിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട അമ്മുവിൻ്റെ അമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ചെയർപേഴ്സൺ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ
ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ, ഈ ലവ് ലാബ് മോണ്ടിസോറിയുടെ ബാക്ക് ബോൺ കൂടിയായിട്ടുള്ള അനീഷ മാം, ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള പട്ടുറുമാൽ ഫെയിം റെയ്ഹാന മുത്തു, മുത്തു പട്ടുറുമാൽ, അമാന മുത്തു, ഷിഹാബ് ഷാ, പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷിതാക്കൾ, അതിലേറെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, മാം സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രസംഗത്തിനുള്ളൊരു വേദിയൊന്നുമല്ല ഇത്. നമ്മൾ കൊച്ചു കൂട്ടുകാരുടെ അവരുടെ പാട്ടുകളും കഥകളും ഡാൻസും എല്ലാം കാണാൻ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ ലവ് ലാബ് മോണ്ടിസോറിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ തവണ ആനുവൽ ഡേക്ക് വന്ന പലരും ഞാൻ ഈ കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ആവർത്തന വിരസതയാവും. പക്ഷെ എന്നിരുന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ പല വർക്കിംഗ് പാരൻസിനും ഒരു എന്താ പറയുക ഗിഫ്റ്റ് ഓഫ് ഗോഡ് തന്നെയാണ് നമ്മൾ ലവ് ലാബ് മോണ്ടിസോറി. ഇവിടുത്തെ ടീച്ചേഴ്സ്, ആയമാർ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുള്ളത്. മറ്റു സ്കൂളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ പരിപാടി വരുമ്പോഴും സാധാരണ മറ്റുള്ള സ്കൂളിലേക്ക് പാരൻസിൻ്റെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ വലിയ തോതിലൊന്നും എടുക്കാറില്ല. പക്ഷേ ഇവരെപ്പോഴും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും, എന്ത് വേണം, എങ്ങനെ ചെയ്യണം, എല്ലാ രീതിയിലും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും അപാകതകൾ പാരൻസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് തീർച്ചും പരിഹരിച്ച് അതിലും മനോഹരമായി നടത്താൻ എന്നും ഇവിടുത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളും നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു. ശരിക്കും പാരൻസിൻ്റെ കൂടെ അവിടെ സദസ്സിൽ ഇരിക്കേണ്ട ആളാണ് ഞാൻ. ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എല്ലാവരോടും മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ കുഞ്ഞുമക്കൾ എത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റേജിൽ സ്വാഗതം നല്ലൊരു നൃത്തത്തിലൂടെ നമുക്ക് എല്ലാവരെയും ആശംസിച്ചത്. വളരെ നല്ല മനോഹരമായിട്ടായിരുന്നു അവർ കളിച്ചത്. അതിൻ്റെ പിന്നിൽ വലിയൊരു എന്താ പറയുക, എൻ്റെ പിന്നിൽ നല്ല പ്രവർത്തിച്ച കുറേ പേര് ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും അധികമൊന്നും ടീച്ചേഴ്സിന് മുകളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അധികം കയറി ഇടപെടാറൊന്നുമില്ല. കാരണം നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ സ്റ്റാഫുകളും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലുള്ളവരും നമ്മൾ പാരൻസും ഒരേപോലെ ഒരേ മനസ്സോടു കൂടി നിന്നാൽ തന്നെ മാത്രമാണ് ആ സ്ഥാപനം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതറിയുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലൊന്നും മുകളിലെ കാര്യങ്ങളിൽ ഞാൻ കയറി ഇടപെടാറില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരേറ്റവും നന്നായി മോളെ നോക്കുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ധൈര്യത്തിൽ തന്നെയാണ് മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കാറ്. മോള് പലപ്പോഴും ലീവാവാറുണ്ട്. കാരണം എൻ്റെ വീട് ഇത്തിരി ദൂരമാണ്, എടപ്പാളായതുകൊണ്ട് ഇടയ്ക്ക് അവിടെ പോയി നിൽക്കേണ്ടി വരുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ മോളെ പറഞ്ഞയക്കാൻ പറ്റാറില്ല. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും മോള് വരുമ്പോൾ ഒരു മടി അവൾ കാണിക്കാറില്ല. അതിനർത്ഥം ഇവിടെ വരുമ്പോൾ വീട്ടിൽ കിട്ടുന്ന അതേ ഒരു കെയറും ലാളനയും സ്നേഹവും ഒക്കെ അവൾക്ക് ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവൾ ഒരു മടിയും കൂടാതെ ഇങ്ങോട്ട് വരുന്നത്. കൂടുതലൊന്നും സംസാരിച്ച് പോണില്ല. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ ടീച്ചേഴ്സിനും എല്ലാ അനധ്യാപകരുണ്ട്, നമ്മളെ ആയമാരുണ്ട്, അതുപോലെ തന്നെ പാരൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് നമ്മൾ ഈ സ്ഥാപനം നടന്നു പോണതിലുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിൽ ഒരുപാട് കുട്ടികളുമായിട്ട് ഇതിലും അടിപൊളിയായിട്ട് ആനുവൽ ഡേ ആഘോഷിക്കാൻ കഴിയട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. നല്ല വാക്കുകൾക്കും 2 തരത്തിലാണ് സന്തോഷം. ഒരു പഞ്ചായത്ത് അംഗം എന്ന നിലയിലും അതുപോലെ ഞങ്ങളുടെ ഒരു പാരൻ്റ് എന്ന നിലയിലും തരത്തിലുള്ള 2 സന്തോഷങ്ങൾ നല്ല വാക്കുകൾക്ക്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പാട്ട് പാടാൻ റെഡിയായിട്ട് നമ്മുടെ ടീം റെഡിയാണ്. നമുക്കത് ആസ്വദിക്കാം. കൂടെ പാടോ? പാട്ടറിയോ? ആറ്റിലെത്തിയൊരമ്പിളിമീനിനെ ചൂണ്ടയെറിഞ്ഞൊരു മുക്കുവനാണ്, കടലാളി തട്ടിലെ മുത്തിനെ കാശിലാക്കണ മുത്തിവനാണ്. കൂടെ പാടിയെല്ലാരും ചുവക്കിലോ? എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേൾവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിവാണു നീ, എന്റെ പൊന്നാമ്പൽ പൂവാണു നീ.
എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലത്തിയോരം വിളിവിരിരെ ചുമേറുന്നൊരു മുക്കുവനാണ്, കടലാളെ തട്ടിലെ മുത്തിനെ കാസിലാക്കുന്ന മുത്തിവനാണ്. ആറ്റിലത്തിയോരം വിളിവിരിരെ ചുമേറുന്നൊരു മുക്കുവനാണ്, കടലാളെ തട്ടിലെ മുത്തിനെ കാസിലാക്കുന്ന മുത്തിവനാണ്. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിന, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിന, മകര ഞാൻ തന്നിടാം നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണാനി വന്നിടുമോ, എന്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുപൂറും പൂകാവുമോ. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ആറ്റിലെത്തിയോരം മിടിമീനിനെ ചുണ്ടയറിഞ്ഞൊരു മുക്കുവനാണ്, കടലാള് തട്ടിലെ മുത്തിനെ കാസിലാക്കണ മുത്തിവനാണ്. ആറ്റിലെത്തിയോരം മിടിമീനിനെ ചുണ്ടയറിഞ്ഞൊരു മുക്കുവനാണ്, കടലാള് തട്ടിലെ മുത്തിനെ കാസിലാക്കണ മുത്തിവനാണ്. ഹലോ ഹലോ ഹലോ, കുട്ടികളൊക്കെ ഒപ്പനടിക്കോ, ഒപ്പനടിക്കോ. പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിയിടുന്നേ, പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ. പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിയിടുന്നേ, പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ. കനകവളകളണിഞ്ഞൊരുങ്ങി കടക്കണ്ണാൽ മാരന്റെ വരവും കാത്ത്, കൽവിലൊരായിരം ആശകളാൽ അതിർകത്തി മിന്നിത്തിളങ്ങി നാരി. പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിയിടുന്നു, പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നു. സുന്ദര സ്വപ്നത്തിൻ ഗാനം പാടി സുന്ദര മണവാളൻ വന്നിടുന്നേ, സുന്ദര സ്വപ്നത്തിൻ ഗാനം പാടി സുന്ദര മണവാളൻ വന്നിടുന്നു. സർവേശൻ അനുഗ്രഹം ചൊരിയും നിന്നെ, സന്തോഷം പൂണ്ടാക്കി കിനാവും വന്നേ സർവേശ്വരൻ അനുഗ്രഹം ചെയ്യുന്നേ. പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിയിടുന്നേ,
പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ പുന്നാരമാരന്റെ വരവും കാത്ത് പുതുനാരി ചമഞ്ഞിത ഒരുങ്ങിയിടുന്നേ പുതുമകൾ പലതും മനസ്സിൽ തിങ്ങി പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ പുതുനാരി നിമിഷങ്ങൾ തള്ളിയിടുന്നേ. ഓക്കെ, അപ്പൊ ഒരു പാട്ട് കൂടി പാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ലാത്തിരി പൂത്തിരി. മുത്തായ ഫാത്തിമാന്റെ നിക്കാഹിണ്ടെന്ന് മുത്തൊളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന് മക്കത്തിൽ വിധാനിച്ചെന്ന ആകാശം നിന്ന് മക്കത്തെ ഖുറൈശിത്തറാവട്ടപ്പെണ്ണ് മുത്തായ ഫാത്തിമാന്റെ നിക്കാഹിണ്ടെന്ന് മുത്തൊളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന് മക്കത്തിൽ വിധാനിച്ചെന്ന ആകാശം നിന്ന് മക്കത്തെ ഖുറൈശിത്തറാവട്ടപ്പെണ്ണ് വേദാമ്പർത്തൻ മക്കളിൽ ഏറ്റവും പൂരിച്ചു കൂടിയ പൂളാണ് ബീവി ഖദീജ കൺമണിയായി പെറ്റു വളർത്തിയ പൂവാണ് ധീരന്മാരിൽ ധീരതയേറിയ പുതുമണവാളൻ നലിയാൻ ദീൻ ഇസ്ലാമിലെ ജീവന് നൽകിയ അർശില ധീരർ പുലിയാണ് മുത്തായ മുത്തായ ഫാത്തിമാന്റെ നിക്കാഹിണ്ടെന്ന് മുത്തൊളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന് മറ്റത്തിൽ വിധാനിച്ചെന്ന ആകാശം നിന്ന് മക്കത്തെ ഖുറൈശിത്തറാവട്ടപ്പെണ്ണ് തരദന്ത 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 തരദന്ത. മണിയറക്കേറിയ മാരന് കന്ന് പട്ടും മെത്ത വിരിച്ചില്ല മണവാട്ടി പെണ്ണരികെ ചെന്ന് വെറ്റില പാപ്പു കൊടുത്തില്ല മംഗപരമ്പരയില്ല മോതിരം അമ്മായിയമ്മ കൊടുത്തില്ല മര്യാദകളുടെ നൂലാമാലകളൊന്നും പറഞ്ഞു കേട്ടില്ല മുത്തായ മുത്തായ ഫാത്തിമാന്റെ നിക്കാഹിണ്ടെന്ന് മുത്തൊളിവായ റസൂലേറ്റം സന്തോഷിച്ചെന്ന് മറ്റത്തിൽ വിധാനിച്ചെന്ന ആകാശം നിന്ന്